ഹായ് ഗായ്സ്, കുറെ ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിൽ ആരോ കടന്ന് കളിക്കുന്നുണ്ട്. കുഞ്ഞു സൗണ്ട് പോയി. കുഞ്ഞു സൗണ്ട്. ഹായ്, നമ്മളിപ്പോ എവിടേക്ക് പോകുന്നേ? മൂന്നാർ. ഇത്തത്തെയോ കാണാനില്ലല്ലോ. അവര് ഇപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തിറങ്ങിക്ക അല്ലേ? അതെ അതെ. നിങ്ങളെ വ്ളോഗാ എടുക്കുന്നില്ലേ? ഓക്കെ. അപ്പോ നമ്മളിപ്പോ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്, അപ്പോ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കുറച്ച് നാളായി യാത്ര ചെയ്തിട്ട്. അപ്പോ പുതിയൊരു വീഡിയോ എല്ലാവരും കാണാം. അടിപൊളി വീഡിയോ ആയിരിക്കും. മൂന്നാർ ട്രിപ്പ്. എന്താ പറയാ, നമ്മള് ഒന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പോ അവിടെ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെയാ. അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം. അതിനിടയിൽ അവിടെ നിർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. ഹലോ. അപ്പോ അടിപൊളി കരിക്ക് ഇത് ഊന്നല്ലേ? ഊന്നുകല്ല്. ഇത് ഊന്നുകല്ല് കേട്ടോ. അടിപൊളി കരിക്കാണ് കഴിക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? കുഞ്ഞിനെ കാണിച്ചു കൊടുത്തറ. കുഞ്ഞിനൂടെ നല്ല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കരിക്ക്. ഇവിടെ കരിക്കട കയറിയപ്പോ നമ്മുടെ പഴയ നമ്മുടെ നൊസ്റ്റാൾജിയ തുളുമ്പുന്ന മിഠായികൾ ഉണ്ടാവും. ശ്രദ്ധിക്കുക ഗൈസ്, അല്ലേ? ഇതൊക്കെ പഴയ നൊസ്റ്റാൾജിയ, നമ്മുടെ പഴയ കാലത്ത് കിട്ടുന്ന മിഠായികളാണ്. എന്തായാലും അടിപൊളിയായിട്ട് ഇതിന്ന് 2-3 ടൈപ്പ് നമുക്ക് എടുത്ത് വാങ്ങിക്കണം. എന്തായാലും എടുത്തു കൊണ്ടല്ല, വാങ്ങിക്കണം. ഓക്കെ. അപ്പോൾ ഗൈസ്, എന്തായാലും ഒരു നൊസ്റ്റു ഫീൽ ചെയ്തു. ഗൈസ്, ഇതാണ് നമ്മള് കരിക്ക് കുടിച്ച സ്ഥലം, നമ്മുടെ ഹോട്ട് ആൻഡ് കൂൾ. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഊന്നുകൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്, ഊന്നുകൽ. ഇപ്പൊ മൂന്നാർ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ നല്ല കരിക്കായിരുന്നു. അടിപൊളി കരിക്ക് ഉണ്ടോ? സൂപ്പർ കരിക്ക്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മള് ആനച്ചാൽ റൂട്ടിലാണുള്ളത്. ഇങ്ങനെ പോകുമ്പോ വഴിയരികിൽ നിർത്തിയപ്പോ നോക്കിയേ, ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ഒരു പ്രത്യേകതരം ഭംഗിയുള്ളൊരു വൈബുള്ള ഏരിയ കണ്ടോ? എന്താ രസം, അടിപൊളി. ഈ റോഡ് ഒരു കർവാണ്, വളവാണ്. ഒപ്പം തന്നെ ആ മലയുടെ എന്താ അവന്റെ ഹോണടി. നമ്മൾ വ്ലോഗ് പിടിക്കാണ്ടപ്പോ ഹോണടിയുടെ സ്പീഡ് കൂടി. ആ വളവിലാണ് അവൻ ഓവർടേക്ക് ചെയ്ത വണ്ടിനെ അല്ലേ? എനിവേ, ഈ സ്ഥലം കണ്ടോ? ഈ 2 മലയുടെ ഇടയിൽ കൂടിയാണ് ആ റോഡ് പോകുന്നത്. എന്താ രസം, ബ്യൂട്ടിഫുൾ. ഗൈസ്, അപ്പോൾ നമ്മള് ഇവിടെ മൂന്നാറെത്തി. മൂന്നാർ എന്ന് പറയുമ്പോൾ മൂന്നാർക്ക് ഇനിയും ഒരു 10-15 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. ഇത് എന്താ പൊന്നോ, ഐസ് ക്ലൗഡ് ആണ് കേട്ടോ. ഐസ് മിസ്റ്റ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഐസ് ക്ലൗഡ് ആണത്. ഐസ് ക്ലൗഡിലെത്തി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ഥലമാണ്. അപ്പൊ അതിന്റെ റൂമും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ വ്യൂ എന്റെ ബാക്ക് സൈഡ് കണ്ടോ? ഇതാണ് നമ്മുടെ റൂം. ബാക്ക് സൈഡിൽ ഉണ്ടല്ലേ, ഫുള്ള് ഫോറസ്റ്റ് ആണ്. അതിന്റെ അപ്പുറത്ത് മലകളുണ്ട്. നല്ലൊരു ആംബിയൻസ്. അതുപോലെ തന്നെ റൂം കാണിച്ചിടാം, റൂം ടൂർ ചെയ്യാം. ഓക്കെ. യെസ് ഗായ്സ്, ഇതാണ് നമ്മുടെ റൂം. ബെഡ് കണ്ടോ? കിടിലൻ, നല്ല വലുപ്പമുള്ള റൂം. എന്താ പൊന്നോ, വലുപ്പമുള്ള റൂം അല്ലേ? സ്പേസി റൂം, സ്പേസ് ഉള്ള റൂം, സ്പേഷ്യസ്. ഒരു അടിപൊളി പിക്ചർ ഉണ്ട്. പിന്നെ ഇവിടത്തുള്ള വ്യൂ കണ്ടോ? കുഞ്ഞൻ ഒന്നും അവിടെ നോട്ടെ. യെസ്, അടിപൊളി. ഏതാ ഇവിടെ നിന്നിട്ടേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മല അടിപൊളിയായിട്ട് കാണാം. യെസ്, എന്താ ഭംഗിയാണ്. ഫ്രെയിം നോക്കി കണ്ടോ? കിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നല്ല സ്പേഷ്യസ് ആണ്.
പിന്നെ ബാത്റൂം വന്നിട്ട് ഇതാണ് ബാത്റൂം. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. ഓക്കെ, ലൈറ്റ് ഇട്ടുള്ള കുഞ്ഞ് നൈസായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോ ഇവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ കെറ്റില്, രണ്ട് കപ്പ് ഉണ്ട്, പിന്നെ ടീ കോഫി ഉണ്ട്, അതിന്റെ അടിയില് ടീ ഉണ്ട്, ഷുഗർ, പിന്നെ ഷുഗറും ഒരു ടി വി, അത്യാവശ്യം വലിപ്പമുള്ള ടി വി ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ? അപ്പൊ ഐസ് ക്ലൗഡ്. അപ്പൊ ശരിക്ക് ഐസ് മിസ്റ്റ് അല്ല, ഐസ് മിസ്റ്റ് ഇവരുടെ സഹോദര സ്ഥാപനമാണ്. അപ്പൊ ഐസ് ക്ലൗഡ് ആണ്. പിന്നെ ഇവിടെ വിവേക്, ഞാൻ വീഡിയോയില് പേരും നമ്പറും കൊടുക്കാം വിവേകിന്റെ. വിവേകാണ് ഇവിടുത്തെ മെയിൻ ആള്. വിവേകിനെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട്. വേറൊരു വശം, ഇവിടെ വന്ന വശം നമുക്ക് കിട്ടിയൊരു സർവീസ് സൂപ്പർ. അതായത് നല്ലൊരു, നമുക്ക് വന്നപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ. ഇനി അങ്ങോട്ട് എങ്ങനെയാന്ന് നമുക്കറിയില്ല, എന്നാൽ പോലും വന്നപ്പോ കിട്ടിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ, സൂപ്പർ ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഈ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഇതാണ്. ഇതിന് ബാൽക്കണിയിലൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം. അപ്പൊ എല്ലാവരും ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, മൂന്നാറൊക്കെ വരുന്നുണ്ടെങ്കിൽ ആനച്ചാലിന്റെ അടുത്താണ് ഈ ഐസ് ക്ലൗഡ് വന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, പൂളുണ്ട്. ആ പൂള് കൊണ്ട് കാണിച്ചു കൊടുത്ത എന്റെ വീഡിയോയില് രണ്ടാം കൂട്ട്. ഓക്കെ, പൂളൊരു കാണിച്ചു കേട്ടോ. ഓക്കെ, ഗൈസ്, നമ്മുടെ റൂമിന്റെ പുറത്തായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൂളുണ്ടല്ലോ കുഞ്ഞാ, പൂളുണ്ട്. അപ്പൊ നമുക്കത് കാണാം. കണ്ടോ, ഇതാണ് നമ്മുടെ പൂൾ. അവിടെ വീതി കുറവാണ്, വീതിയല്ല ആഴം. ആ സൈഡില് ആഴം കുറവും ഈ സൈഡില് ആഴം കൂടുതലും ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്, അടിപൊളി വ്യൂ ആണ് ഗൈസ്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ നിന്ന് നോക്കുന്നതിനൊക്കെ വ്യൂ അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ നിന്ന് ആ ഗ്ലാസ്സിൽ നിന്ന് നോക്കുമ്പോഴാണ്. അവിടെ അടിപൊളിയാണ്. അടിയിൽ ഇതാ ഒരു സ്ലൈഡൊക്കെ ഉണ്ട് ഗൈസ്. അതിന്റെ തൊട്ടപ്പുറത്ത് പൂളുണ്ട്. ഹായ് ഗൈസ്, ഫുഡൊക്കെ കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചു. ഞാൻ ഫുഡ് എടുത്തില്ല. ഇവിടെ എന്തൊക്കെയാ ഫുഡ് എന്ന് എന്റെ വ്ളോഗിലേക്ക് നിങ്ങൾ പറയൂ ഗൈസ്. ഇപ്പൊ എന്താ ലക്കിക്കൊണ്ടിരിക്കുന്നത്? കേസരി. നല്ല കടയാ. അപ്പോ എന്തൊക്കെയായിരുന്നു ഫുഡ് പറഞ്ഞ? ചപ്പാത്തി ഉണ്ട്, പിന്നെ ഗീ റൈസ്, പിന്നെ വെജ് കുർമ, പിന്നെ ദാൽ കറി, പിന്നെ ഒരു ഫ്രൈഡ് പൊട്ടാറ്റോ കറി, മെഴുക്ക് വരട്ടി, കേസരി, പപ്പടം, വെറൈറ്റി പപ്പടാണ്, പിന്നെ ചിക്കൻ കറി. നമ്മള് ഫുഡ് ഞാൻ എടുത്തിട്ടില്ല, നിങ്ങളുടെ ചാനലുണ്ടെന്നോണ്ടല്ലേ ഫുഡ് എടുത്തിട്ടുണ്ടല്ലേ? ചിക്കൻ കറി കിട്ടിയില്ല അവിടെ ഫുഡില്. അപ്പോഴേക്കും കഴിഞ്ഞല്ലേ? നമുക്ക് കിട്ടി, വീഡിയോയിൽ കിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ വ്ളോഗില് നിങ്ങൾ പറഞ്ഞ നന്ദി. താങ്ക് യു. ഇത് മതിയാക്കാറായിട്ടില്ല, എത്രാമത്തേത്? അതിൽ കഥയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറയും നമ്മുടെ ചെറിയ വ്ളോഗിനൊക്കെ. സ്റ്റോറി ആൻഡ് ട്രാവൽ വിത്ത് ഷെമിന സുൽത്താൻ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. അപ്പോ ഡിന്നർ കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇത് നമ്മളത് മാത്രല്ല, ഇവിടെ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടാവും ഇവിടെ ഈ ഒരു റിസോർട്ടില്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇവിടെ വരുമ്പോൾ, മൂന്നാറൊക്കെ വരുമ്പോൾ ഇവിടെ കയറുക. ആനച്ചാലിന്റെ അടുത്താണ്. എന്താ കുഞ്ഞ് നമ്മുടെ ഇതിന്റെ പേര്? ഈ റിസോർട്ടിന്റെ പേരെന്താ പറഞ്ഞ? ഐസ് ക്ലൗഡ് ആയ കാരണം കുഞ്ഞിനൊക്കെ കണ്ട പെൻഗ്വിൻ ലുക്കിലാണ്. അപ്പോ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നോക്കി ബാക്ക് കാണിച്ചു കൊടുക്കണ്ട. കുഞ്ഞു കണ്ട ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ?
ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ റിസോർട്ടിലത്തെ സെക്കൻഡ് ഡേ. നേരം വെളുത്തു, മഞ്ഞിറങ്ങി കിടക്കുകയാണ്. അടിപൊളി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് വെൽക്കം. സെക്കൻഡ് ഡേ ഇൻ ആനച്ചാൽ നിയർ മൂന്നാർ ഐസ് ക്ലൗഡ് റിസോർട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് റെഡി ആയി വരട്ടെ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, നേരെ മൂന്നാർ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വീണ്ടും നമ്മൾ മൂന്നാർ തന്നെയാണ്, അതായത് ആനച്ചാൽ ഐസ് ക്ലൗഡ് റിസോർട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചെക്ക് ഔട്ട് ചെയ്ത് നേരെ നമ്മൾ മൂന്നാർ പോവും. മൂന്നാർ ഒന്ന് കറങ്ങി അവിടെ അതിനുശേഷം നമ്മൾ ഗ്യാപ്പ് റോഡ് പിടിക്കാനുള്ള ഉദ്ദേശം. പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഔട്ട് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഐക്ലൗഡിന്റെ റെസ്റ്റോറൻറ്റ്. കഴിഞ്ഞ കുഞ്ഞ ബ്രെഡും ജാമും ലാസ്റ്റ് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ജ്യൂസ് ഉണ്ട്, കോഫി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ബ്രെഡ്, ജാം, ബട്ടർ. ഇവിടെ വരുമ്പോൾ ഇവിടെ ഇഡ്ഡലി ഉണ്ട് എന്ന്, ഒപ്പം ഉപ്പുമാവ്, സാമ്പാർ, ചട്നി, 2 ടൈപ്പ് ചട്നി, പിന്നെ നേരത്തെ കാണിച്ച ബട്ടർ, ജാം. ഓക്കെ, ഇത് എന്തായാലും നല്ല ഫുഡായിരുന്നു. വെരി ഗുഡ്. ഇന്നലെ രാത്രിയിലത്തെ ഫുഡ് നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഐസ് ക്ലൗഡ് റിസോർട്ടിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മള് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രയിൽ കണ്ടപ്പോ പെട്ടെന്ന് കണ്ടപ്പോ നല്ല സ്ഥലം കണ്ടപ്പോ നിർത്താൻ തോന്നി. അങ്ങനെ നിർത്തി. അതിമനോഹരമായൊരു ഏരിയ, 4 പാടും തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, നിർത്തി. അല്ലേ ഗൈസ്? ഡാൻസ് കളിക്കാൻ കണ്ടാലോ? എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി പതിയെ ഇവിടുന്ന് ഞങ്ങൾ നീങ്ങട്ടെ. ഗൈസ്, അടിപൊളി ബ്ലോക്കാണ്, രക്ഷയില്ല. ഇപ്പൊ കുറച്ചു ദൂരം ഉള്ളൂ, എന്നാൽ പോലും ഭയങ്കര ബ്ലോക്കാണ്. വ്യൂ രക്ഷയില്ല. എന്താ അന്യായ വ്യൂ ആണ്, പക്ഷെ ബ്ലോക്കാണ്. ഗൈസ്, അപ്പൊ നമ്മള് മൂന്നാറിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയയായ ഫോട്ടോ പോയിന്റിലേക്ക് എത്തിയിരുന്നു. ഫോട്ടോ പോയിന്റ് നല്ല കാറ്റുണ്ട്, മഴയുണ്ട്, ചാറ്റൽ മഴ, തണുപ്പ്, അതിലേറെ തണുപ്പും, കിടിലൻ ആംബിയൻസ്. അയ്യോ, എങ്ങനെയുണ്ട് പൊന്നു കുഞ്ഞാ? അടിപൊളി. എന്ത് രസം കാണാല്ലേ? തണുപ്പ്. എന്താ ഭംഗി കാണാൻ. ഇതാണ് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ പോയിന്റ് അല്ലേ? അടിപൊളി ഗൈസ്, കാണൂ. സൂപ്പർ. ഗൈസ്, ഇതൊരു റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റ് ആണ്. ഇത് കണ്ണൻദേവന്റെ റിപ്പിൾ ടീ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇതേപോലെ ചായ ഓർഡർ ചെയ്തു. ചായ പകുതി കുഞ്ഞാൻ കുടിച്ചാ പകുതി. ഇത് ഫുൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ പോയി പൊന്നെന്താ കുടിക്കുന്നത്?
ഐസ്ഡ് ടീ, ഐസ്ഡ് മാംഗോ ടീ, ഫ്ലേവർഡ്, ഐസ്ഡ് ബ്ലാക്ക് ടീ, ഐസ്ഡ് ബ്ലാക്ക് ടീ, മാംഗോ ഫ്ലേവർ. മാംഗോ ഫ്ലേവർ. കുഞ്ഞത് കഴിഞ്ഞില്ല. അതെന്താ സംഭവം? ഗീ കേക്ക് അടിപൊളി അല്ലേ? സൂപ്പർ. അലിഞ്ഞു പോകുന്ന ഗീ കേക്ക്. അപ്പൊ ഇവര് വരുമ്പോ ഇതെന്താ സ്ഥലത്തിന്റെ പേര്? ചായ് ബസാർ. ചായ് ബസാറിൽ കയറുക, ഒരു പമ്പ് കാണാം. ഇത് നോക്കൂ, പമ്പ് കാണാം. ആ പമ്പിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. റിപ്പിൾ ടീയുടെ ചായ അല്ലേ? റിപ്പിൾ ടീ ചായ ടേസ്റ്റി. ഓക്കെ, അടിപൊളിയാണല്ലോ. കേക്ക് അടിപൊളി. അതെന്ത് പുളിയിട്ടാ? പക്ഷെ മാംഗോയുടെ ഫ്ലേവറാ. ഫ്ലേവറാ. അതിന്റെ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് ലാസ്റ്റ് വരുന്നത് അല്ലേ? ഓക്കെ, അത് 50 രൂപ. 50 രൂപ ചായക്ക്. ഇത് കാഡ്മൺ ടീ ആണ്, 60 രൂപ. 60. ഇത് കാഡ്മൺ ടീ ആണ്, 30 രൂപ. കേക്കിന് 70 രൂപ. പക്ഷെ ഇത് എല്ലാം വർത്തായിട്ടാ, ടേസ്റ്റ് ഉണ്ട് അല്ലേ? ആ, പൊളിച്ചു. ടീ കേക്ക് അടിപൊളിയുണ്ട്, ഗീ കേക്ക് അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ഇനി അവിടെ എത്തുമ്പോ ക്യാമറ ഓൺ ആക്കുന്നതായിരിക്കും. ഗൈസ്, ഗ്യാപ്പ് റോഡിലേക്ക് കടന്നു. ഗ്യാപ്പ് റോഡിലേക്ക് കടന്നിട്ട് കുറച്ച് വന്നപ്പോ കാണുന്ന വ്യൂ ആണത്. ഗൈസ്, അപ്പൊ നമ്മള് ഗ്യാപ്പ് റോഡിന്റെ അതിമനോഹരമായ സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. എവിടെ ക്യാമറ വെച്ചാലും എന്താ പറയാ, കണ്ണിന് കുളിർമയേകുന്ന എന്താ ഭംഗി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുറെ സാമൂഹ്യ വിരുദ്ധര് വന്ന് ഇവിടെ കുറെ സംഭവങ്ങൾ കണ്ടോ. ഇത്രയും മനോഹരമായ ഈ സ്ഥലത്ത് ബീറും കുപ്പികള്, പ്ലാസ്റ്റിക് കുപ്പികള് കണ്ടോ, വേസ്റ്റുകള് ആകെ നശിപ്പിച്ചിട്ടേക്കാണ്. നമ്മുടെ നാടാണ്, നമ്മൾ തന്നെയാണ് ഇതിന്റെ ഇത് സംരക്ഷിക്കേണ്ടത്. പക്ഷെ ഇമ്മാതിരി കാട്ടായം കാണിച്ച് കൂട്ടുന്ന ആൾക്കാരാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. കണ്ടോ, ഈ ഭാഗം കണ്ടോ. പക്ഷെ ഇവിടുന്ന് ഇത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ എന്താ ഭംഗി, അടിപൊളി. കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ പൈൻ കാറുകൾ അല്ല, പൈൻ മരല്ല കാണുന്നേ, പൈൻ മരം കാണാം നമുക്ക്. കണ്ടോ, മൗണ്ടൻ, ഒപ്പം തന്നെ തേയിലത്തോട്ടങ്ങൾ കാണു ഗൈസ്. ഗൈസ്, ഈ മല കണ്ടോ? നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഇതിന് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നില്ല, പക്ഷെ ഇത് അപാര ഹൈറ്റ് ആണ്. അമ്പട സുമ്പട മലയാണ്, അമ്പട സുമ്പട മല. ഗൈസ് നോക്കൂ, ഈ മേഘങ്ങൾ കണ്ടോ, വന്ന് 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 ദേ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. കണ്ടോ, നമ്മള് ഇപ്പോ മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്നേ. ഈ മേഘം നിൽക്കുന്ന നോക്കിയേ, ഇത് അസാധ്യ വ്യൂ ആണ്. അസാധ്യം എന്ന് പറഞ്ഞാല് ഗംഭീര വ്യൂ. എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു വ്യൂ നമ്മള് കണ്ടിട്ടില്ല. ആ മേഘം വന്ന് നിൽക്കുന്നത് നേരെ താഴെ കണ്ടോ. വേറൊരു സംഭവം കാണിച്ചു തരാം, കാണൂ. ഡബിൾ ഡെക്കർ ബസ്, KSRTCയുടെ ഡബിൾ ഡെക്കർ. ഓക്കെ, ഇതൊരു ഒന്നൊന്നര വ്യൂ ആയിട്ടോ. ഇത് കാണാൻ പറ്റിയതില് വളരെയധികം സന്തോഷം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പറ്റിയതില്. ഇത് ഗ്യാപ്പ് റോഡിലാണ് ഉള്ളത്. എല്ലാവർക്കും ഈ വഴിക്ക് വരുന്ന മിക്കവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്കൊരു എന്താ പറയാ, ഇതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്. ഗൈസ്, നമ്മുടെ ഗ്യാപ്പ് റോഡിൽ നിന്ന് നേരെ പോകുന്നത് ആനച്ചാൽ റോട്ടിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകുന്നത്.
ആ വരുന്ന വഴിക്ക് ഇവിടെ ഒരു നെൽപ്പാടം അല്ല കുഞ്ഞാ? നെൽപ്പാടം, അപ്രതീക്ഷിതമായി കണ്ട നെൽപ്പാടം കണ്ടോ? ബാക്കില് മലകൾ ഫുള്ളില്ലേ? ഈ ഫുള്ള് മലയല്ലേ ഇവിടെ? ഇത് ഫുൾ മലയാണ്. എവിടെ കോട ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇത് നോക്കിയേ, രണ്ട് സൈഡും അടിപൊളി നെൽപ്പാടം. എന്താണ് ആഹാ പൊളി. ഇങ്ങോട്ട് അപ്പുറത്തേക്ക് കാണു ഗൈസ്, കണ്ടോ എന്താ ഭംഗി. ആ ഒരു വ്യൂ നോക്കിയേ. ആഹാ കണ്ടോ ഫുള്ളായിട്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ഇറങ്ങി നീങ്ങുന്നേ നോട്ടെ, അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കണ്ടോ? ഹായ് പൊളി, പൊളിച്ചു കുഞ്ഞാ. അവിടെ നമുക്കൊരു പള്ളി കാണാം. പള്ളി കണ്ടോ? പള്ളി യെസ്, ഇത് അടിപൊളി. അതിന്റെ നടുവിൽ കൂടി റോഡ്. ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോഴേ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാതെ പോവാൻ പറ്റില്ല. കാരണം ഇത്ര നേരം നമ്മൾ കണ്ടത് മലയും തേയിലത്തോട്ടൊക്കെ ആണെങ്കിൽ ഒരു നെൽപ്പാടം കണ്ടപ്പോഴേ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്.